ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് 21 ഡേയ്സായി. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ഒരു ആളുടെ കമൻറ്റ് ഇപ്പോൾ ഒരു 1 വീക്കായി എന്ന് തോന്നുന്നു, കണ്ടിട്ടില്ല. ഹോപ്പ് യു ആർ സേഫ്. ദെൻ നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഹൗ ടു ബി പ്രൊഡക്റ്റീവ്, ഇതാണ് ഇന്നത്തെ ടോപ്പിക് വന്നിട്ട്. അപ്പം പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം പല രീതിയിൽ ചിന്തിക്കാം. ഏതൊക്കെ രീതിയിലാണ്? വർക്ക് ലൈഫിൽ എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയായിരിക്കാം, ഈവൻ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കാം, ഇങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷെ ഞാനിതിനെ ജനറലൈസ് ചെയ്ത് ഒരു കോമൺ ഇതായിട്ടാണ് സംസാരിക്കാൻ പോണേ. അപ്പം നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നോർമലി നിങ്ങളുടെ ഡേ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മേ ബി രാവിലെ എഴുന്നേൽക്കുന്നു, നേരെ ഫോൺ എടുക്കുന്നു, സ്ക്രോളിങ് തന്നെ ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് എണീറ്റ പുറകെ സ്ക്രോളിംഗ് ആയിട്ട് അങ്ങ് പോകും. ഇതായിരിക്കും നോർമലി ഒരു 90% ആൾക്കാരും ഈ ഒരു രീതി ആയിരിക്കും. അല്ലാത്തവരെ ഞാൻ വിട്ടു, ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞതന്നല്ലോ. അപ്പം നോർമലി നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് അതിന് വേണ്ടിയിട്ട് പിന്നെയും ക്രേവ് ചെയ്യാണ്. ഓക്കെ, പിന്നെ എപ്പോഴേലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നത്, ഓക്കെ ഫോൺ വേണം, എനിക്ക് റീൽസ് കാണണം, ഇതൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരികയാണ്. അപ്പം ഫുൾ ഡേ നമുക്ക് ഈ ഫോൺ ഒരു അഡിക്ഷനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കും. ഈ ഒരു ജേർണിയിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, നമുക്കപ്പം ഒരു പ്രൊഡക്റ്റീവായിട്ടിരിക്കേണ്ടതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ ക്ലിയർ പ്ലാൻ. അതായത് നമുക്കിപ്പം അന്നേ ദിവസം തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? അപ്പം ഒരു ടു ഡു ലിസ്റ്റ്, എന്തൊക്കെയാണ് ഇന്ന് ടോപ്പ് പ്രയോറിറ്റീസ് ആയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, ഈവൻ ബേസിക് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ഇന്ന് എനിക്ക് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സോ നമുക്കത് എഴുതാം അതിൽ. അങ്ങനെ നമുക്ക് വേണ്ട മോസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് ടാസ്ക് അറേഞ്ച് ചെയ്യാം. ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു വ്യക്തമായ പ്ലാൻ വേണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് 9:30 ഓഫീസിലെത്തണം. സോ 9:30 ഓഫീസിലെത്തണമെങ്കിൽ ഞാൻ 9 മണിക്കോ 8:30 എഴുന്നേറ്റിട്ട് കാര്യമില്ല. നേരത്തെ എഴുന്നേൽക്കുക പോട്ടെ, ഒരു 7 മണിക്ക് എഴുന്നേറ്റ് വന്നിരിക്കട്ടെ. 7 മണിക്ക് എഴുന്നേൽക്കണം, പല്ല് തേച്ച് കുളിച്ച് ഫുഡ് ഉണ്ടാക്കി ഫുൾ സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് വരാൻ. അപ്പം ഇത്രോ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യാണ്ട് ഞാൻ എന്താ പറയുക, ഞാനൊരു 8:30 എണീക്കുക, 8:30 എഴുന്നേറ്റ് പിന്നെ ഫുൾ ഓടി നടത്തുക, ഭയങ്കര റഷായിരിക്കും. അതെടുക്കാൻ പോണു, ഇതെടുക്കാൻ പോണു, അയ്യോ ഫുഡ് ഉണ്ടാക്കിയില്ല, അത് ചെയ്തില്ല, അയ്യോ ഫോൺ എടുക്കാൻ മറന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അപ്പം നമ്മുടെ ആ ഒരു പാത്ത് വേ ക്ലിയർ ആക്കി വെക്കുക. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 9:30 ഓഫീസിൽ എത്തണമെങ്കിൽ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് മുന്നേ തൊട്ടേ പ്ലാൻ ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് എഴുന്നേൽക്കുന്നിടം തൊട്ടേ പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ചെയ്ത് തീർക്കേണ്ട വർക്ക് ഉണ്ടാവാം. സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ടോപ്പ് പ്രയോറിറ്റി അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെയാ, നിങ്ങൾക്ക് ഓരോ ഇപ്പം എക്സാം ടൈം ഒക്കെ ആണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈം വെച്ചിട്ടുണ്ടാവും. ഈ 2 ചാപ്റ്റർ എങ്കിൽ 2 ചാപ്റ്റർ ഇന്ന ദിവസം കൊണ്ട് തീർക്കുക. അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ടാസ്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിനെ വ്യക്തമായിട്ടൊരു പ്ലാൻ ചെയ്ത് ചെയ്യാൻ നോക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഫോളോ ഡു ഇറ്റ് നൗ റൂൾ. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, ഇച്ചിരി കഴിഞ്ഞാൽ ഇത് ചെയ്യാമല്ലോ, പിന്നെ വരാമല്ലോ, ആ ഒരു കാര്യം അങ്ങനെ നമ്മൾ പിന്നെ ചെയ്യാലോ, കുറച്ച് കഴിഞ്ഞ് ചെയ്യാലോ, 2 ദിവസം കഴിഞ്ഞ് ചെയ്യാലോ, ആ ഒരു സാധനം അങ്ങ് മാറ്റി നോക്കിയേ. നോർമലാണ് ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വിചാരിക്കുക, ഓക്കെ എനിക്കിത് ചെയ്യാനുണ്ട്, ഞാൻ ഇപ്പം തന്നെ ചെയ്ത് തീർത്തേക്കാം, പിന്നെന്താ കുഴപ്പം? ഇപ്പോൾ നമ്മൾ പാത്രം കഴുകാൻ പോകുമ്പോൾ സിങ്കിൽ നമ്മൾ കുക്ക് ചെയ്തു, പാത്രങ്ങൾ കൊണ്ട് സിങ്കിലിട്ടു. അപ്പം നോർമലി നമ്മൾ വിചാരിക്കാറ് എന്താണ്, കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴുകിക്കോളാം, കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെയും പാത്രങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുക. നേരെ മറിച്ച് നമ്മൾ ആ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പാത്രം കൂടെ അങ്ങ് കഴുകി വെച്ചാൽ അതങ്ങ് കഴിഞ്ഞില്ലേ, അപ്പം പണി കഴിഞ്ഞില്ലേ, പിന്നെ ഇരട്ടിപ്പണിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതേപോലെയാണ് ആ ഡു ഇറ്റ് നൗ റൂൾ. അത് പ്രോപ്പറായിട്ട് മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ വർക്ക് ലോഡ് നമുക്ക് കുറയ്ക്കാൻ ഒരു പരിധി വരേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ട്രൈ ടു അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. നോർമലി എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ മൾട്ടി ടാസ്കറാണ് കേട്ടോ. പക്ഷേ മാക്സിമം നമുക്ക് മൾട്ടി ടാസ്കിങ് ഒരു പരിധി വരേക്ക് നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഉദാഹരണം പറയാം, ഞാൻ മുന്നേ സ്കൂൾ ടൈമിൽ
അസൈൻമെന്റ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ടി വി കണ്ടുകൊണ്ട് അല്ല പാട്ട് വെച്ചോണ്ടായിരിക്കും അസൈൻമെന്റ് എഴുതുന്നുണ്ടാവാം. അപ്പം കാര്യം ശ്രദ്ധ എഴുതുന്നതിലില്ല, രണ്ടായിട്ട് പോകുന്നുണ്ട്. ചില സമയത്ത് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ എനിക്ക് തെറ്റിപ്പോകാറുണ്ട്. ചിലപ്പം നോക്കിയൊക്കെ എഴുതുമായിരിക്കും, ടി വി ഒക്കെ വെച്ചോണ്ടിരിക്കും, നോക്കി എഴുതുമ്പോൾ ചില ലൈൻസ് മാറി 2 ലൈൻ കഴിഞ്ഞിട്ടൊക്കെയുള്ള അങ്ങനെയൊക്കെ എഴുതി പോകാറുണ്ട്. ഇനി നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പം നമ്മളൊരു പോഡ്കാസ്റ്റ് കേൾക്കുമോ, ഒരു പാട്ട് കേൾക്കുമോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഫോക്കസ് ഡൈവേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ മൾട്ടി ടാസ്കിങ് വരുന്ന സമയത്ത്. എല്ലാ കേസിലും ഇപ്പോഴും ഞാൻ അതിനോട് യോജിക്കുന്നില്ല, പല ബുക്സും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും മൾട്ടി ടാസ്കിങ് നെഗറ്റീവാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ഇതിൽ എനിക്ക് എനിക്ക് സൗണ്ടൊന്നും പാടില്ല. ടി വി വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റൂല, അല്ലെ പാട്ട് കേട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റൂല, അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കുന്ന സമയത്ത് വേറൊന്നും കേൾക്കാൻ പാടില്ല, ഫുൾ ഫോക്കസ് പഠിത്തത്തിൽ കൊടുക്കണം. ആ ഒരു കാര്യം കൊണ്ടാണ് ഈ പറഞ്ഞ അവിടെ ഒരു മൾട്ടി ടാസ്കിങ്ങിന്റെ ക്ലാഷ് വരുന്നുണ്ട്. അപ്പം മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മൾട്ടി ടാസ്കിങ് എന്നുള്ളൊരു കാര്യത്തെ മാറ്റി നിർത്തുക. മെയിൻ എന്താണോ നമുക്ക് വേണ്ടത് ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ചെയ്യുക. ദെൻ ടേക്ക് സഫിഷ്യൻറ്റ് ബ്രേക്സ്. നമ്മൾ ഡെയിലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു പോയിന്റിൽ നമ്മൾ മടുക്കും, അല്ലേ? ഈവൻ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇതാണ് ഇന്ന് അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ തന്നെ ഒരു മടുപ്പുണ്ടാവും. ഇപ്പം വീക്ക്ലി നമുക്കൊരു 7 days ഉണ്ടെങ്കിൽ 5 days ഈ പറഞ്ഞ റൂള് ഫോളോ ചെയ്യാം. പക്ഷെ വേണേൽ 2 ദിവസം ചീറ്റ് ഡേ ആയിട്ടോ അങ്ങനെ വല്ല നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ട സഫിഷ്യൻറ്റ് ബ്രേക്ക് എപ്പോഴാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും വേണം, ബ്രേക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയും വേണം. ഇന്നലെ 2 ദിവസം മുന്നേ ഞാനൊരു യാത്രകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓക്കെ അല്ല, നമുക്കൊരു റിലാക്സ് ആവണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഇല്ല. ജസ്റ്റ് അത് നമ്മുടെ ആവശ്യമാണ്, നമ്മളൊന്ന് റിഫ്രഷ് ആയിട്ട് വരാൻ. ഇപ്പം സാറ്റർഡേ സൺഡേസ് ഹോളിഡേ ഉള്ളപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി വന്ന് മൺഡേ നമ്മൾ ഫുൾ എനർജി ഫുൾ ഓൺ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ഫുൾ സ്ട്രെസ്ഡ് കണ്ടിന്യൂസ് വർക്ക്, സൺഡേയും വർക്ക്, പിന്നെ മൺഡേ വരുമ്പോഴത്തേനും നമുക്ക് മടിയാവും. നോർമലി എല്ലാവർക്കും എങ്ങനെയായിരിക്കും, വർക്കിന് വരുമ്പോഴത്തേനും നാളെ തിങ്കളാഴ്ച, നാളെ പണിക്ക് പോകണമല്ലോ, ഈ ഒരു തോട്ടായിരിക്കും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഈ സഫിഷ്യൻറ്റ് ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു തോട്ട് മൈൻഡിൽ വരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് എടുക്കേണ്ട അപ്പോൾ ബ്രേക്ക് എടുക്കുക. ഈവൻ ഇത് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല, സ്റ്റുഡൻസിനായിക്കോട്ടെ, നോർമലി വീട്ടിലുള്ളവർക്കായിക്കോട്ടെ. ഇപ്പോൾ വീട്ടിൽ ഡെയിലി ജോലിയൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കി അങ്ങനെ നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ വർക്കിനൊന്നും പോകുന്നില്ല, പക്ഷെ ഡെയിലി വീട്ടിൽ തന്നെ ഫുൾ ടൈം വർക്ക്, അടുക്കള പണി, പിള്ളേരെ നോക്കൽ, അങ്ങനെ ആക്കുന്നവർക്കും ബ്രേക്ക് ആവശ്യമുണ്ട്. എന്താണ്, അവർ മനുഷ്യരല്ലേ. സോ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്തൊന്ന് പോയി ചോദിക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോ, യാത്ര പോകണോ, ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഈവൻ ഒറ്റയ്ക്കാണെങ്കിലും ഒന്ന് ബ്രേക്ക് എടുക്കാൻ തോന്നി വെറുതെ ഇരിക്കുക, ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു ബുക്ക് വായിക്കുക. അങ്ങനെ ഒന്ന് റിലാക്സ് ആവാനുള്ള സമയം കൂടെ നമ്മൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടെത്തണം. അത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ലിമിറ്റ് ഡിസ്ട്രാക്ഷൻസ് ഞാൻ ഉദ്ദേശിച്ച് മൊബൈൽ ഫോൺസും കാര്യങ്ങളും അഡിക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം എനിക്കൊരു ടൈമിൽ ഞാൻ ഒരു ദിവസം മൊത്തം ഫോണൊക്കെ ഉപയോഗിച്ചിരുന്ന സമയമുണ്ട്. അപ്പം അത്രയും അഡിക്ഷൻ, അതായത് റീൽസാണ് മെയിൻലി കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ടൈം പോണെന്ന് അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഡിസ്ട്രാക്ഷൻ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാവരും ഇപ്പം കോണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. ചിലർ ഫുള്ളി ഓപ്പൺ അപ്പായിട്ട്, മീൻസ് ഫുൾ ഫാമിലിയിലെ ഓപ്പൺ അപ്പായിട്ട് വീഡിയോസ് ഇടുന്നവരുണ്ട്. ഞാൻ ഒന്നിനോടും എതിരല്ല. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. അത് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം കളയേണ്ട ആവശ്യമുണ്ടോ? സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. ഈവൻ നമ്മൾ പോഡ്കാസ്റ്റുകൾ കാണാം, നല്ല നല്ല പോഡ്കാസ്റ്റുകളുണ്ട്, നല്ല നല്ല വിവരങ്ങൾ അറിവുകൾ കിട്ടുന്ന പോഡ്കാസ്റ്റുകളുണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്. അല്ലെ നമ്മളിപ്പം എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിൽ കോമഡി കാര്യങ്ങളാണ്, അതിനുള്ള ഇതുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അല്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫുള്ളി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരാളുടെ ലൈഫിൽ എന്ത് നടന്നു, ഓക്കെ, അവർ ചിലപ്പം അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് എൻഡിൽ കൊണ്ടുവന്നായിരിക്കും വീഡിയോ എൻഡ് ചെയ്തത്. പാർട്ട് 2 ഉണ്ടാവും. നമ്മൾ അടുത്ത പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താണ് നമുക്ക് ഒരു രീതിയിൽ ഒരു ഗുണവും ഇല്ലാത്ത മറ്റൊരാളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഇതൊന്നും ആലോചിച്ച് നോക്കി,
എന്താണുള്ളത്. സോ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവാക്കുക. അതെങ്ങനെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ള വേ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം ഈ പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.